ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിനെ കാണാനായി നന്ദൻ ചെല്ലുകയാണ്. നന്ദൻ ധനുഷിനെ കണ്ടയുടൻ തന്നെ ഞെട്ടലോടെ നിൽക്കുന്നു. ധനുഷ് ഒന്ന് പുറത്തേക്ക് വരണം, എനിക്കല്പം സംസാരിക്കാനുണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ അർച്ചന നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് ധനുഷ്. തുടർന്ന് ധനുഷ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. സാർ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ധനുഷ് പറയാൻ ആരംഭിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, ഇതിനിയും ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല. അതാ ഞാൻ ധനുഷിനെ വിളിച്ചത്. സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലെന്ന് ധനുഷ് പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, ഇന്ന് അനൂപ് വന്ന് നമുക്ക് ടെൻഡർ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. സാർ വിഷമിക്കാതെ, നമ്മുടെ കമ്പനിയിലുള്ള ആരെങ്കിലും സാറിന് സംശയമുണ്ടോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അങ്ങനെ ആരെയും സംശയമില്ലെന്നും ടെൻഡർ ഒരുപക്ഷെ അവിടെ വെച്ച് തന്നെ ലീക്കായതാണോ എന്നാണ് എൻ്റെ സംശയമെന്നും നന്ദൻ പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, സാർ എന്താണെങ്കിലും വിഷമിക്കണ്ട. സാറ് എനിക്ക് ഇന്നൊരു രാത്രി സമയം തരണം. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ സാറിന് എന്താണെങ്കിലും ഒരു സന്തോഷ വാർത്ത തന്നെ തരാം. സാറ് സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് ധനുഷ് നന്ദനെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ധനുഷ് ചിരിച്ചുകൊണ്ട് അവന്തികയെ വിളിക്കുന്നു. ഞാൻ ഗാർഡനിലുണ്ടെന്നും ഉടൻ തന്നെ വന്ന് കാണാനും പറഞ്ഞ് ധനുഷ് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ധനുഷ് അവന്തികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് ഒരു കൂടിക്കാഴ്ച വേണ്ടെന്ന്. നിനക്ക് സന്തോഷം തരുന്ന കാര്യങ്ങള് പിന്നീടേക്ക് എന്തിനാ നീട്ടിവെക്കുന്നത്? നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അവന്തിക പറയുന്നു. ഇവിടുത്തെ സർവനാശത്തിന്റെ തുടക്കം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന് കിട്ടേണ്ടിയിരുന്ന ഒരു വലിയ ടെൻഡറാ ഞാൻ അടിച്ചു മാറ്റിയത്. എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ ഞാനാണെന്നേ ആർക്കും മനസ്സിലാകാനേ പോകുന്നില്ല. നീ ചെന്ന് നോക്ക്, നിന്റെ ഭർത്താവ് അവിടെ നിന്ന് ഉരുകുന്നത് നിനക്ക് കാണാം. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. അതേസമയം കിച്ചണിൽ നിൽക്കുന്ന അർച്ചന ധനുഷിനെ ശ്രദ്ധിക്കുകയാണ്. ഇത് കാണുന്ന അവന്തിക പെട്ടെന്ന് തന്നെ മാറി നിൽക്കുന്നു. തുടർന്ന് അർച്ചനയെ നോക്കുന്ന ധനുഷിന് അർച്ചന തന്നെ തന്നിയ കാര്യമെല്ലാം ഓർമ്മ വരികയാണ്. തുടർന്ന് അർച്ചന പോയതിനു ശേഷം അവന്തിക പറയുകയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. നീ വിഷമിക്കാതെ. നാളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ഞാൻ കരുതിയത് ഇന്നത്തെ ടെൻഡർ വേറെ ഏതെങ്കിലും കമ്പനിക്ക് മറിച്ച് വിറ്റാലേ കോടികൾ കിട്ടും. ആ കോടികൾ സമ്പാദിക്കാമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഞാനൊന്ന് കളം മാറ്റി ചവിട്ടുകയാ. എല്ലാം നിനക്ക് നാളെ കാണാം. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എനിക്ക് പ്രതീക്ഷകൾ ഏറെയാണ് ധനുഷ്. നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം ഏറ്റവും അടുത്ത് തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അത് നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ മാറി താമസിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പോയി ഉറങ്ങ്. നാളെ മുതൽ ഇവിടെ പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. അങ്ങനെ അവന്തിക പോയതിനു ശേഷം ധനുഷ് പറയുകയാണ്, ഈ വീട്ടിൽ നിൽക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാലേ ഈ വീട്ടുകാരെ ഇപ്പോൾ കുരങ്ങ് കളിപ്പിക്കുന്നത് അതിലേറെ ആനന്ദമാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീര നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. മീരയെ കണ്ടയുടൻ അവന്തിക പറയുകയാണ്, ഞാനിപ്പോൾ കരുതിയതേ ഉള്ളൂ. അവള് വന്നിട്ടും അവളുടെ വാലിനെ കണ്ടില്ലല്ലോ എന്ന്. ആതിരെ നോക്കാൻ ഇവിടെ ഞങ്ങള് 3 പേരില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, നീയൊക്കെ കുഞ്ഞിനെ നശിപ്പിക്കാനല്ലേ അതിന് നടക്കുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിന് വൃന്ദാവനത്തിലെ എല്ലാവരും ഇവിടെ വന്ന് നിന്നാലും അവന്തികയുടെ ആഗ്രഹമേ നടക്കാൻ പോകുന്നുള്ളൂ. പിന്നെ നിനക്ക് നിന്റെ സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ല, അപ്പോഴല്ലേ നീ മറ്റുള്ളവരുടെ കുഞ്ഞിനെ കളയാൻ നടക്കുന്നത്. ഒന്ന് പോയെൻ്റെ അവന്തിക എന്ന് പറഞ്ഞുകൊണ്ട് മീര അകത്തേക്ക് ചെല്ലുന്നു. ആതിരയും സന്ദീപും കൂടി ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ മീര അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നിനക്ക് വിശന്നിട്ടാണോ നീ അവിടുന്ന് ഇവിടം വരെ വന്നത്? നിനക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വന്നുവിടായിരുന്നോ എന്നൊക്കെ മീര ചോദിക്കുമ്പോൾ എല്ലാ ഭർത്താക്കന്മാരും അനൂപേട്ടനെ പോലെ ആകണമെന്നില്ലല്ലോ എന്ന്. ചില ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഭാര്യമാര് കൂടെ വേണം, ഇല്ലെങ്കിൽ മറ്റു ചില ചിന്തകൾ കടന്നു വരുമെന്നും പറഞ്ഞുകൊണ്ട് ആതിര അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്താ സന്ദീപേ അവൾ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മീര ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് സന്ദീപ് പറയുന്നു. തുടർന്ന് മീര നേരെ അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എനിക്കറിയാം അർച്ചനെ, നീ അവന്തികയുടെ കാര്യമല്ലേ ചിന്തിക്കുന്നത്. അതല്ലേ ഏട്ടത്തി, ഇന്നലെ ഇവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. ഇനി സ്നേഹയെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം മീരയോട് പറയുകയാണ് അർച്ചന. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, ചില പെണ്ണുങ്ങൾ അങ്ങനെയാ, പിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഒരു പരിധിക്കപ്പുറം നീ ആരെയും ഉപദേശിക്കാനേ പോകണ്ട. അവളുടെ പ്രായം ഇതാണ്. നീ ഇപ്പൊ ചെന്ന് പറഞ്ഞാലും അവൾക്ക് ദേഷ്യം വരത്തേ ഉള്ളെന്നൊക്കെ മീര പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് മീര പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്, അവന്തികയുടെ കാര്യം ഉൾപ്പെടെ സച്ചിയോട് പറ.
അവന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയാലോ. സച്ചിയേട്ടനോട് ഞാനിപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ സംശയമാണെന്നേ സച്ചിയേട്ടൻ പറയൂ എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മീര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.